ദിനം നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. കാൽവരി രക്തമേ യേശുവിൻ രക്തമേ, കാൽവരി രക്തമേ യേശുവിൻ രക്തമേ. കാൽവരിയിൽ യേശുദാൻ സ്വന്തം രക്തം ചിന്തിനി, കാൽവരിയിൽ യേശുദാൻ സ്വന്തം രക്തം ചിന്തിനി. പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ ദിനം ദിനം നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ. കാൽവരി മലമുകൾ കൈകളിൽ വിരിച്ചവൻ, കാൽവരി മലമുകൾ കൈകളിൽ വിരിച്ചവൻ. രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം, വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും യേശു മാർവതിൽ, ഞാൻ നിത്യം ചാരിടും യേശു മാർവതിൽ. നല്ലവൻ വല്ലവൻ യേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലവൻ യേശു എത്ര നല്ലവൻ. യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം. ആത്മാവിൽ നിറയുക ആനന്ദ നദികൾ, ആത്മാവിൽ നിറയുക ആനന്ദ നദികൾ. പാനം ചെയ്തിടുക യേശുവിന്റെ മണ്ണിൽ, പാനം ചെയ്തിടുക യേശുവിന്റെ മണ്ണിൽ. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. സദൃശ്യവാക്യങ്ങൾ 2:7 വാക്യം. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിച തന്നെ. ജീവ വചനത്തിൻ്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കേൾക്കപ്പെടുന്ന ദൈവവചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുവാൻ, വിശുദ്ധി കാത്ത് അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സംഗ്രഹിച്ചിരിക്കുന്ന രക്ഷയും യഹോവ എന്ന പരിചയം എന്നൊരു വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ രക്ഷയും സംരക്ഷണവും വേണ്ടാത്തവരായി ആരുമില്ല. ഏവരും അതിനായി ആഗ്രഹിക്കുന്നു. മനുഷ്യർക്ക് ആർക്കും ഇത് നൽകാനാവില്ല. എങ്കിലും അനേകർ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അത് ലഭിക്കുമെന്ന് കരുതി അതിനുവേണ്ടി ഏറിയ മുതൽ മുടക്കുന്നു. എന്നാൽ ഇത് നൽകുന്നത് സർവശക്തനായ ദൈവമാണ്. ഒരു മുതലും മുടക്കാതെ തന്നെ അത് സൗജന്യമായി ലഭ്യമാണ്. ദൈവം ഇത് ഒരു കൂട്ടർക്ക് വേണ്ടി സംഗ്രഹിച്ചു വയ്ക്കുന്നു എന്ന്
വചനം വെളിപ്പെടുത്തുന്നു. ഏവർക്കുമല്ല, ഒരു കൂട്ടർക്ക് മാത്രമായി ഇത് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. അത് നേരുള്ളവർക്ക് ലഭിക്കുന്നു. ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രക്ഷ സ്വീകരിക്കാൻ ഇന്നും ദൈവം അനേകരെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയരെ, ദൈവം പറയുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് അനുഭവിക്കുവാനാകുകയുള്ളൂ. ദൈവവചനത്തിന് ചെവി തുറന്നു കൊടുക്കുകയും ബോധത്തിന് ഹൃദയം ചായ്ക്കുകയും ചെയ്യുന്നവർ നേരുള്ളവരായി ജീവിക്കുകയും അവർ നിഷ്കളങ്കമായി നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ദൈവം തന്നെ പരിചയമായിരിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം തങ്കൽ ആശ്രയിക്കുന്നവർക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രക്ഷ കൊടുക്കുക മാത്രമല്ല, അവിടുന്ന് തന്നെ അവരുടെ പരിചയം ആണ്. പരിചയം എന്നത് ഓരോ പടയാളിയും തങ്ങളുടെ പോർക്കളത്തിൽ സ്വയരക്ഷയ്ക്കായി വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉപകരണമാണ്. അത് ശരീരത്തെ മുഴുവൻ മറയ്ക്കത്തക്കവണ്ണം വലിപ്പമുള്ള ഭാരമുള്ളതുമായ വലിയ ഒരു ഉപകരണമാണ്. എന്നാൽ യഹോവ നൽകിയിരിക്കുന്ന പരിച നിഷ്കളങ്കന്മാർക്ക് ഒട്ടും ഭാരമുള്ളതല്ല. അത് എവിടെയും കൊണ്ടു നടക്കാവുന്നതും ഭാരം കുറഞ്ഞതുമായതാണ്. തന്നിൽ ശരണപ്പെടുന്ന നേരുള്ളവർക്ക്, നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് ദൈവം പരിചയമാണ് എന്ന വചനം വ്യക്തമാക്കുന്നു. സദൃശവാക്യങ്ങൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. പ്രിയരെ, ഇത് ലഭ്യമാകണമെങ്കിൽ നിഷ്കളങ്കമായി നടക്കേണ്ടതുണ്ട്. നടപ്പ് ഒരുവന്റെ പ്രായോഗിക ജീവിതത്തെ കാണിക്കുന്നതും നിഷ്കളങ്കത ഒരുവൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായി കീഴ്പ്പെടുന്നതിനെയും കാണിക്കുന്നതാണ്. അബ്രഹാം ഇപ്രകാരം ജീവിച്ചവനായിരുന്നു. അതിനാൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇപ്രകാരം പ്രിയരെ, ദൈവസന്നിധിയിൽ നേരുള്ളവനായി ജീവിച്ചവനെ പിന്നീട് ദൈവം പേര് നീട്ടി വിളിച്ചു. നീ ഇനി മുതൽ അബ്രാം അല്ല, ഞാൻ നിന്നെ അബ്രഹാം എന്ന പേരിടുന്നു. നോക്കൂ, ഞാൻ നിന്റെ പരിചയമാണ് എന്ന് അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അബ്രഹാം എന്ന ആ പേരല്ല, അബ്രാമേ എന്നാണ് ദൈവം വിളിച്ചത്. അബ്രാമേ, അബ്രഹാമിൻ്റെ ആദ്യത്തെ പേര് അബ്രാം എന്നായിരുന്നു. എന്നാൽ ദൈവം പരിചയമായി തീർന്നതിന് ശേഷം ദൈവം അബ്രാമിൻ്റെ പേര് നീട്ടി വിളിക്കുന്നു, അബ്രഹാം എന്ന് ആക്കുന്ന കാര്യം തിരുവചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പ്രിയരെ, ദൈവം സംഗ്രഹിച്ച രക്ഷ പ്രാപിച്ചവനും ദൈവം പരിചയമായ അബ്രഹാം പിന്നീട് ദൈവം തുറന്നു കൊടുത്ത വഴിയിൽ കൂടി ജീവിക്കുകയും ബഹുജാതികൾക്ക് പിതാവാകുകയും ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങൾക്കും ഉടമയായി തീരുകയും ചെയ്തിരുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ദൈവിക നടത്തിപ്പിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നവർക്ക് പ്രിയരെ, ദൈവം എല്ലാം ആകുന്നു. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയം ആകുന്നു. 33-ാമത്തെ സങ്കീർത്തനത്തിലെ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്: കൂടപ്പിറപ്പുകളെ, നിഷ്കളങ്കതയും ന്യായവും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതാണ്. നാം ന്യായത്തിൻ്റെ പാതയിൽ നടക്കുമ്പോൾ ദൈവം നമുക്ക് പരിചയമാകുന്നു. സംരക്ഷണമേകുന്ന ശക്തമായ പരിച, ഒരു ദോഷവും തട്ടാതെ സകല ദോഷത്തെയും ബാധയെയും തടയുന്ന പരിച, ജീവനുള്ള പരിച എന്ന ദൈവം. ഈ പരിച മുൻപിലുള്ള നിഷ്കളങ്കന്മാരായി നിഷ്കളങ്ക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഭക്തന്മാരെ, വിശുദ്ധന്മാരെ, അവരുടെ ന്യായത്തിൻ്റെ പാതകളെ ദൈവം കാക്കുകയും അവരുടെ വഴിയെ ദൈവം സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു.
സദൃശവാക്യങ്ങൾ 2 വായിക്കുന്നു, അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, ദൈവം സംഗ്രഹിച്ച രക്ഷ പ്രാപിക്കുകയും ദൈവം തന്നെ പരിചയമായിരിക്കുകയും ചെയ്യുന്നവർ ദൈവത്താൽ കാക്കപ്പെടുന്നു, അനുദിനം നടത്തപ്പെടുകയും ചെയ്യുന്നു. കൂടപ്പിറപ്പുകളെ, രക്ഷയും പരിചയും ദിവ്യമായതാണ്. അത് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അത് നഷ്ടപ്പെടുത്തരുത്, അത് അവഗണിക്കരുത്, അതിനെ തള്ളിക്കളയരുത്. നാം കാക്കപ്പെടുന്നവരും പുലർത്തപ്പെടുന്നവരും നടത്തപ്പെടുന്നവരുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അന്ത്യം വരെ അത് കൂടപ്പിറപ്പെ നമുക്ക് ലഭ്യമാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം ഇപ്രകാരമായിരിക്കട്ടെ. അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും എന്ന സദൃശ്യവാക്യങ്ങളുടെ വാക്യം മറക്കാതെ ഓർക്കുക, ധ്യാനിക്കുക. ഓരോ ദിവസവും ദൈവമെന്ന പരിചയം സ്വന്തമായി സൂക്ഷിക്കുക. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ഈ നല്ല സമയം കർത്തന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കി, ഞങ്ങൾ വായിച്ച, ഞങ്ങൾ കേട്ട, ധ്യാനിച്ച തിരുവചനത്തിൻ്റെ ചിന്തയെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവം തന്നെ ഞങ്ങളുടെ പരിചയമായിരിക്കേണ്ടതിന് വേണ്ടി ദൈവമെന്ന പരിചയെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ തള്ളിക്കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിച്ച് അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ പകർന്നു കൊടുക്കണമേ കർത്താവേ. സംഗ്രഹിച്ചിരിക്കുന്ന രക്ഷയും യഹോവ എന്ന പരിചയം കർത്താവേ, ഈ വിഷയം ഞങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ ധ്യാനിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ യേശുവിൽ സമർപ്പിക്കാം, വിശ്വാസത്താൽ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, അനുദിനം പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും യേശു മാർവതിൽ, ഞാൻ നിത്യം ചാരിടും യേശു മാർവതിൽ. നല്ലവൻ വല്ലവൻ യേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലവൻ യേശു എത്ര നല്ലവൻ. യേശു പൊന്നിശു എത്ര നല്ലവൻ, യേശു പൊന്നിശു എത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനം പാടി വാഴ്ത്തുക. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം. ആത്മാവിൽ നിറയുക ആനന്ദ നദികൾ, ആത്മാവിൽ നിറയുക ആനന്ദ നദികൾ. പാനം ചെയ്തിടുക യേശുവിന്റെ മണ്ണിൽ, പാനം ചെയ്തിടുക യേശുവിന്റെ മണ്ണിൽ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനം പാടി വാഴ്ത്തുക.